പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എല്ലാ പ്രവാചകന്മാരും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അവർ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അതിനെ നമുക്കിങ്ങനെ കത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അതിനെ ദഹിപ്പിക്കുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം അത്രയും പ്രാർത്ഥിച്ചു ഒരുങ്ങി, അല്ലെ അത്രയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന വ്യക്തികളിൽ നമുക്കിത് കാണാൻ പറ്റും? എന്നാൽ കാലഘട്ടങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ജോയൽ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്, അവസാന നാളുകളിൽ സകല മനുഷ്യരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വരുമെന്ന്. അതിനെ പിന്നെ അപ്പോസ്തല പ്രവർത്തനത്തിൽ പത്രോസ് കോട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ജോയൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചത് എന്ന് ചോദിച്ചാൽ, നോക്കിയേ, ഇതാണ് ബൈബിളിൻ്റെ ബ്യൂട്ടി. അതായത് പഴയ നിയമത്തിൽ ഉള്ള പ്രവചനങ്ങളുടെ എല്ലാ പൂർത്തീകരണങ്ങളും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ പ്രൊഫസിയുടെ ഫുൾഫിൽമെൻറ്റ് ബൈബിളിൽ. ഇത് ബൈബിളിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്താണ് സംഭവിക്കുന്നത്? ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അവൻ സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ട് അവൻ ബലിയാക്കപ്പെടുകയാണ്. അതായത് കാൽവരിയിൽ അവൻ കുരിശിലേറ്റപ്പെട്ട് അവൻ നമ്മളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് ഏക ബലിയായിട്ട് അവൻ മാറുകയാണ്. സകല മനുഷ്യർക്കും വേണ്ടി അവൻ പാപത്തിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, മരിച്ച് 3 നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന ഉടനെ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ മേലും ശ്ലീഹന്മാരുടെ മേലും 2-ാമത്തെ പെന്തക്കോസ്ത, അതായത് പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ വന്ന് അഗ്നിനാവായിട്ട് അവരുടെ തലയ്ക്കുമേൽ നിന്നുവെന്ന് പറയുന്നുണ്ട്. അതായത് അവരെ രൂപാന്തരപ്പെടുത്തി പുതിയ മനുഷ്യരാക്കി മാറ്റിയ ദൈവാത്മാവ്. ഇതാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത. പഴയ നിയമത്തിൽ കാണുന്ന ഓരോ ഇൻസിഡൻറ്റിൻ്റെയും കംപ്ലീഷൻ നമുക്ക് ക്രിസ്തുവിൽ കാണാൻ കഴിയും. ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട്, ഇത്ര പെർഫെക്റ്റായിട്ട് ദൈവാത്മാവിനല്ലേ ആർക്ക് ഇത് പ്രവചിക്കാനും അത് പൂർത്തീകരിക്കാനും കഴിയും? ആ ദൈവാത്മാവ് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് ചോദിക്കുന്നതിലും അധികം നൽകുന്ന ദൈവാത്മാവ്. ഈ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.